ഗസയിലേക്കുള്ള സഹായ യാത്രയിൽ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗ് അടക്കമുള്ളവരുടെ ബോട്ടുകൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഗസയിൽ നിന്ന് 130 കിലോമീറ്റർ മാത്രം അകലെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം 8 ബോട്ടുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഗസയുടെ തീരത്തേക്ക് സഹായങ്ങളുമായി നീങ്ങുകയായിരുന്ന ഫ്ലോട്ടില്ലയിലെ ബോട്ടുകൾ അപ്രതീക്ഷിതമായി ഇസ്രായേൽ പടക്കപ്പലുകൾ വളയുകയായിരുന്നു. ഗ്രറ്റ തുൻബർഗ് സഞ്ചരിച്ച അൽമ അടക്കമുള്ള ബോട്ടുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്താനിരിക്കെയാണ് ആക്രമണം ഉണ്ടായത്. സൈറസ്, സ്പെക്ട്ര, ഹോഗ, അദറ, ഡയർ, യാസീൻ തുടങ്ങിയ 8 ബോട്ടുകൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നീട് ബോട്ടുകളിൽ സഞ്ചരിച്ചിരുന്ന പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രവർത്തകർ സുരക്ഷിതരാണെന്നും അവരെ ഇസ്രായേൽ തുറമുഖത്തിലേക്ക് മാറ്റിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഫ്ലോട്ടില്ലയുടെ സംഘാടകർ ആരോപിക്കുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താനല്ല, ഞങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് ഈ നീക്കം. കാലാവസ്ഥാ പ്രവർത്തകയായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഗ്രറ്റ തുൻബർഗ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് മനുഷ്യാവകാശപരമായൊരു നിലപാടോടെയാണ്. സെപ്റ്റംബർ 1-നാണ് ഗ്രറ്റയും സംഘവും ബാഴ്സലോണയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. അവരുടെ കൂടെ നെൽസൺ മണ്ടേലയുടെ പേരക്കുട്ടി മണ്ടൽ മണ്ടേല, മുൻ ബാഴ്സലോണ മേയർ അഡ്വാ കോളോ, ചരിത്രകാരൻ ക്ലിയോ അലക്സ് പോലോ, മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അസർ, പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില എന്നിവരും ഉണ്ടായിരുന്നു. ഗസയിലെ ജനങ്ങൾക്ക് ജീവൻ തരാനുള്ള ശ്രമമാണിത്. ഭക്ഷണം, മരുന്ന്, വെള്ളം എന്നിവയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഗ്രറ്റ തുൻബർഗ് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യാത്രയുടെ ദൃശ്യങ്ങൾ ലോകമെമ്പാടും വൈറലായിരിക്കുകയാണ്. ഫ്ലോട്ടില്ല പിടിച്ചെടുത്ത വിവരം പുറത്തു വന്നതോടെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കയിൽ ആകെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ആയിരങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഗസയ്ക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിരിക്കുകയാണ്. ഇറ്റലി, തുർക്കി, ഗ്രീസ് തുടങ്ങിയ ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും സമാന പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. കൊളംബിയ അതിനിടെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരിക്കുകയാണ്. ഇസ്രായേലുമായുള്ള വ്യാപാര കരാറും റദ്ദാക്കി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേലിന്റെ നീക്കം അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന് കുറ്റപ്പെടുത്തി. സഹായവുമായി പോകുന്നവരെ തടയുക മനുഷ്യാവകാശ വിരുദ്ധമാണ് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. അതേസമയം ഗസയിൽ 24 മണിക്കൂറിനിടെ 73 പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരിക്കുകയാണ്. നിരന്തരം നടക്കുന്ന വ്യോമാക്രമണങ്ങൾ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം, വൈദ്യുതി, ഭക്ഷണം, മരുന്ന് എല്ലാം അപര്യാപ്തമായ ഗസ സിറ്റിയിൽ ഇസ്രായേൽ ഒഴിപ്പിക്കൽ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യയുദ്ധമല്ല, മനുഷ്യവിരുദ്ധമായ ഒരു കൂട്ടക്കൊലപാതകമാണ് എന്ന് ഗസയിലെ ഒരു ഡോക്ടർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകർ ഇങ്ങനെയാണ് പറയുന്നത്: പെട്ടികളിൽ മരിച്ച കുഞ്ഞുങ്ങളെ അടക്കം ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. ഗ്രറ്റ തുൻബർഗിന്റെ ഫ്ലോട്ടില്ല പിടിച്ചെടുത്ത വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആഗോള തലത്തിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഫോർ ഫ്ലോട്ടില്ല, സ്റ്റാൻഡ് വിത്ത് ഗ്രറ്റ എന്നീ ഹാഷ്ടാഗുകൾ ലക്ഷക്കണക്കിന് തവണ ഉപയോഗിക്കപ്പെട്ടു. നിരവധി പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും ഗ്രറ്റയ്ക്കും സംഘത്തിനും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സെനറ്റർമാരിൽ ചിലർ ഇസ്രായേലിന്റെ നടപടി അമിതവും അന്യായവുമാണെന്ന് വിലയിരുത്തിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയും വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് സെപ്റ്റംബർ 1-നാണ് ഈ ദൗത്യയാത്ര ആരംഭിച്ചിരിക്കുന്നത്. 45 ബോട്ടുകളിലായി 500ഓളം പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. കടലിൽ നീങ്ങുന്ന ഈ ബോട്ടുകൾ മനുഷ്യാവകാശത്തിന്റെ പ്രതീകമായി ലോകം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ നടപടി ആ പ്രതീകത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമായി മാറിയിരിക്കുകയാണ്. ഗ്രറ്റയുടെ ബോട്ടിൽ നിന്ന് അവസാന ലൈവ് സ്ട്രീമിംഗ് അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഗസയിലെ കുട്ടികൾക്കായി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. ഫ്ലോട്ടില്ല സംഭവം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമീപനത്തിൽ പുതിയ ചലനങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. കൊളംബിയയുടെ നടപടിക്ക് പിന്നാലെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സമാന നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ ആഭ്യന്തര തലത്തിൽ ഈ വിഷയം തന്നെ വലിയൊരു ചർച്ചയായി. ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കരുത് എന്ന് യൂറോപ്യൻ വിദേശകാര്യ കൗൺസിലർ അറിയിക്കുകയാണ്. ഗ്രറ്റ തുൻബർഗ് അടക്കമുള്ള പ്രവർത്തകരെ തടഞ്ഞതിലൂടെ ഇസ്രായേൽ സൈന്യം ഒരുപക്ഷെ ഗസയിലേക്ക് പോകുന്ന ബോട്ടുകൾ തടഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ ആശയങ്ങളെ തടയാനാവില്ല. ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നത് അതേ ചോദ്യമാണ്: മനുഷ്യരെ സഹായിക്കാനുള്ള ശ്രമം ഒരു കുറ്റമാണോ? കടലിൽ നിന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരമുയർന്നത്. ഗ്രറ്റയുടെ വാക്കുകൾ പോലെ തന്നെ കരുണയുടെ ശബ്ദം അടച്ചുപൂട്ടപ്പെട്ടിട്ടില്ല. സെപ്റ്റംബർ 1-ന് ബാഴ്സലോണ തുറമുഖത്ത് നടന്ന ചടങ്ങിൽ ഗ്രറ്റ തുൻബർഗ് കടലിലേക്ക് കയറിയപ്പോൾ ലോകത്തിന്റെ ക്യാമറകൾ അവരെ നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ
എന്നാൽ അവരുടെ മുഖത്ത് കാണപ്പെട്ടത് പ്രസിദ്ധിയല്ല, പ്രതിജ്ഞയായിരുന്നു. ഇതൊരു പരിസ്ഥിതിക്കായി മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഒരു നീണ്ട പോരാട്ടമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്. അവർ വേദനയോടെ സൂചിപ്പിച്ചത് ഗസയിലെ കുട്ടികൾ കുടിവെള്ളം ലഭിക്കാത്തതും മരുന്ന് ലഭിക്കാത്തതുമാണ് കാലാവസ്ഥാ പ്രതിസന്ധിയുടെ മറ്റൊരു മുഖം. അവരുടെ അഭിപ്രായത്തിൽ കാലാവസ്ഥ നീതിയും സാമൂഹ്യ നീതിയും തമ്മിൽ വേർതിരിക്കാനാവില്ല. അതിനാൽ അവർ തന്റെ ഹൃദയം ചേർത്തുകൊണ്ട് ഗസയിലെ ജനങ്ങളിലേക്ക് കരുണയുടെ കപ്പൽ യാത്ര തുടരുകയായിരുന്നു. ഗ്രറ്റയുടെ കൂടെ സഞ്ചരിച്ച മണ്ഡൽ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര നായകൻ നെൽസൺ മണ്ടേലയുടെ പേരക്കുട്ടിയാണ്. ഈ യാത്രയെ മനുഷ്യരാശിയുടെ രണ്ടാം വിമോചന സമരമെന്ന് അദ്ദേഹവും വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ ഇന്ന് നമ്മുടെ അപ്പാർട്ട് കാലാവസ്ഥയിലെ ദക്ഷിണാഫ്രിക്കയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഫലസ്തീനികൾക്കായി നമുക്ക് മിണ്ടാതിരിക്കാൻ പാടില്ല. മണ്ഡൽ മണ്ടേലയുടെ ഈ വാക്കുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതികരണ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിരവധി സംഘടനകൾ ഫ്ലോട്ടിലേക്ക് ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചിരിക്കുകയാണ്. 1980-ലെ ആഫ്രിക്കൻ അടിമത്തത്തിൽ ഇപ്പോഴത്തെ ഗാസയിലെ നിരപരാധികളായ ജനങ്ങളെയും പിന്തുണച്ചുകൊണ്ടാണ് ഈ നിലപാട് മണ്ടേല എടുത്തിരിക്കുന്നത്. ഇതിലൂടെ പോരാട്ടത്തിന്റെ പാരമ്പര്യം ഗസ തീരത്തേക്ക് മടിക്കുകയാണ്. ഗസയിലേക്കുള്ള ഫ്ലോട്ടില്ല ദൗത്യങ്ങൾ ഇതാദ്യമായൊന്നുമല്ല, ഇതൊരു പുതുമയുമല്ല. 2010-ൽ നടന്ന മാർമാരാവിക്ക് സംഭവം ലോകം മറന്നിട്ടൊന്നുമില്ല. അന്ന് ഇസ്രായേൽ നാവികസേന സഹായ കപ്പലുകൾ ആക്രമിച്ച് 9 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ വീണ്ടും ഗസയിലേക്കുള്ള സഹായ യാത്രകൾക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം നടന്ന യാത്ര അതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. 45 ബോട്ടുകൾ, 500ഓളം പ്രവർത്തകർ, 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ്. എന്നാൽ അവരെ നേരിട്ടത് അതേ ചരിത്രത്തിന്റെ ആവർത്തനമായിരുന്നു. ഇസ്രായേൽ പാളയങ്ങൾ നമ്മെ തടഞ്ഞാലും കരുണയുടെ പാത നിലയ്ക്കുന്നില്ല എന്ന് ഗ്രറ്റ വീണ്ടും ഉറക്കെ പറയുകയാണ്. ഗസയുടെ അതിരുകൾക്കുള്ളിൽ ഇപ്പോൾ 100 കണക്കിന് ആശുപത്രികളിൽ മരുന്നില്ലാതെ പ്രവർത്തിക്കുകയാണ്. വൈദ്യുതി മുറിഞ്ഞിരിക്കുകയാണ്. കിണറുകൾ ഉണങ്ങി വറ്റി വരണ്ടിരിക്കുകയാണ്. പലരുടെയും വീടുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ചിലർ മണ്ണ് കുഴിച്ചുണ്ടാക്കിയ കുഴികളിലാണ് കുട്ടികളെ ഉറക്കുന്നത്. അവിടെ ഓരോ ദിവസവും ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഗസയിൽ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു വിപ്ലവമാണെന്നാണ്. അവിടെ ഒളിച്ചിരുന്ന് ജീവിക്കുന്ന കുട്ടികൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണ് കുറ്റം? ഈ ചോദ്യം തന്നെയാണ് ഗ്രറ്റയുടെ കപ്പൽ കടലിലേക്ക് പുറപ്പെടാൻ പ്രേരിപ്പിച്ചത്. അവർ പറയുകയാണ്, ഞാനിവിടെ ലോകത്തിന്റെ മൗനത്തെ പൊട്ടിക്കാൻ എത്തിയതാണ്. ഫ്ലോട്ടില്ല സംഭവം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കുലുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊളംബിയയുടെ നീക്കത്തിന് പിന്നാലെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ ആഭ്യന്തര തലത്തിൽ ശക്തമായ ചർച്ചകളും പ്രതിഷേധങ്ങളും ഇപ്പോൾ തുടർന്നിരിക്കുകയാണ്. ഫ്രാൻസിലും ഇറ്റലിയിലും നിരവധി പാർലമെന്റ് അംഗങ്ങൾ ഗ്രറ്റയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും കരുണയെ തടയാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് ഫ്രഞ്ച് ഗ്രീൻ പാർട്ടി പ്രസ്താവിച്ചു. അതേസമയം അമേരിക്കയിൽ നിന്ന് ഈ വിഷയത്തിൽ ഭിന്നത ഉയരുകയും ചെയ്യുന്നുണ്ട്. ചില നേതാക്കൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ ചിലർ തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകം 2 ഭാഗങ്ങളായി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരുണയോടൊപ്പം നിൽക്കുന്നവർ, അതിനെ മൗനത്തെ മറയ്ക്കുന്നവർ എന്നീ 2 ചേരികളാണ്. ഗ്രറ്റ തുൻബർഗ് അടക്കമുള്ള പ്രവർത്തകർ ഇസ്രായേൽ സൈനികരുടെ കസ്റ്റഡിയിലായെന്ന വാർത്ത പുറത്തു വന്നതോടെ ലോകം മുഴുവൻ അതിശയത്തിലും രോഷത്തിലും ഇപ്പോൾ മുഴങ്ങിയിരിക്കുകയാണ്. ബെർലിനിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചിട്ടപ്പോൾ ആയിരക്കണക്കിന് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയായിരുന്നു. ഫ്രീ ഗസ, ഫ്രീ ഹ്യൂമനിറ്റി എന്ന വാക്കുകൾ നീല ലൈറ്റുകൾക്ക് മുന്നിൽ തെളിയുകയായിരുന്നു. അതേസമയം ലണ്ടനിലെ ട്രാൻഫൽഗർ സ്ക്വയറിൽ നടന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധത്തിൽ നിന്നും ഉയർന്നു വന്നതും അത് തന്നെയായിരുന്നു. തുർക്കിയിലെ ഗ്രീസിൽ, ടുണീഷ്യയിൽ, അർജന്റീനയിൽ വരെ ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കാലത്ത് ദാസ്യവും ഭീകരതയും ആവർത്തിക്കരുതെന്ന് മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയപ്പോൾ ലോകമാധ്യമങ്ങൾ ഗസയിലേക്കുള്ള കപ്പലുകളെ പുതിയ പ്രതീക്ഷയുടെ ചിഹ്നമായി വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഫ്ലോട്ടില്ല പിടിച്ചെടുത്ത വിവരം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ യാഥാർത്ഥ്യത്തിൽ പ്രക്ഷോഭത്തിന്റെ കടലായി മാറുകയായിരുന്നു. ഫ്രീ ദ ഫ്ലോട്ടില്ല, സ്റ്റാൻഡ് വിത്ത് ഗ്രറ്റ, സേവ് ഗാസ, ഹ്യൂമാനിറ്റി അൽ സീ എന്നീ ഹാഷ്ടാഗുകൾ ലോകമെമ്പാടും ട്രെൻഡിംഗ് ആയ പട്ടികയിൽ മുന്നിലെത്തിയിരിക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് പേർ ഈ വിഷയത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഗ്രറ്റയുടെ ബോട്ടിൽ നിന്ന് എടുത്ത അവസാന വീഡിയോകൾ കോടിക്കണക്കിന് പ്രേക്ഷകരെ കീഴടക്കിയിരിക്കുകയാണ്. അവരുടെ മുഖത്ത് കനത്ത മഴ പെയ്യുമ്പോഴും അവർ ഉറച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ആധുനിക കാലത്തിന്റെ ധീരതയുടെ ചരിത്രം എന്ന വിലയിരുത്തലുകളും നേടി. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജനവിരുദ്ധതയെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. രാഷ്ട്രീയത്തിൽ നിശബ്ദരായ നേതാക്കളും കരുണയിലൂടെ ശബ്ദമുയർത്തുന്ന യുവാക്കളും തമ്മിലുള്ള ഒരു വേറിട്ട പോരാട്ടമാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആഗോള വാർത്താ ചാനലുകൾ ഈ സംഭവത്തെ വിസ്മയത്തോടെ പിന്തുടരുകയാണ്. BBC, അൽ ജസീറ, റോയിട്ടേഴ്സ്, വെല്ലെ, CNN തുടങ്ങിയ
എല്ലാ പ്രധാന മാധ്യമങ്ങളും ഗ്രറ്റയുടെ ദൗത്യത്തെ മുൻനിര വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതേസമയം ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേൽ സർക്കാരിന്റെ വാദങ്ങൾക്കും പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ബോട്ട് പിടിച്ചെടുത്തതാണ് എന്ന് ആവർത്തിച്ചത്. എന്നാൽ അതിനിടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പത്രപ്രവർത്തകർ ചോദ്യമുയർത്തി ചോദിക്കുകയാണ്, സഹായവുമായി പോകുന്നവരെ പിടികൂടുക എങ്ങനെ സുരക്ഷയുടെ ഭാഗമാകും? ഈ ചോദ്യം മാധ്യമ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. നിരവധി പത്രങ്ങൾ അവരുടെ എഡിറ്റോറിയലിൽ എഴുതിയിരിക്കുന്നത് ഇത് മനുഷ്യരുടെ ഹൃദയം പരിശോധിക്കുന്ന നിമിഷമാണെന്നാണ്. ഐക്യരാഷ്ട്രസഭ ഉടൻ തന്നെ വിഷയത്തിൽ പ്രതികരിച്ചു. UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: സഹായവുമായി ഗസയിലേക്ക് നീങ്ങുന്നവരെ തടയുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാന ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. UN മനുഷ്യാവകാശ കൗൺസിൽ ഇസ്രായേൽ സർക്കാരിനോട് വിശദീകരണം ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ലോകാരോഗ്യ സംഘടനയും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഗസയിലെ മരുന്നിനും വെള്ളത്തിനും വേണ്ടി ആളുകൾ മരിക്കുമ്പോൾ സഹായം തടയുന്നത് മനുഷ്യവിരുദ്ധമാണ് എന്ന് WHO മേധാവി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ വിഷയം സാധാരണ വാർത്തയെന്ന നിലയിൽ നിന്ന് മാറി അന്താരാഷ്ട്ര തലത്തിലെ നീതിയുടെയും മാനുഷികതയുടെയും ഒരു പൂർണ്ണ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. അവർ വെറും പരിസ്ഥിതി പ്രവർത്തകയല്ലെന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ്. കടലിന്മേൽ കസ്റ്റഡിയിലായിട്ടും അവരുടെ ശബ്ദം ലോകമെമ്പാടും മുഴങ്ങിക്കേൾക്കുകയാണ്. നിരവധി കുട്ടികളും യുവാക്കളും അമേരിക്ക ഗ്രേറ്റ എന്നീ ഹാഷ്ടാഗുകളും ഉപയോഗിച്ച് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്കൂൾ വിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഗ്രറ്റയെ മൗനത്തിലാക്കാൻ സമ്മതിക്കരുത്. ഇതൊരു പുതിയ ലോകത്തിന്റെ തുടക്കമാണ്. പ്രതിരോധത്തിന്റെ ചിഹ്നമായി ഫ്ലോട്ടില്ല ഇനിയും മാറും. അവരുടെ പേരിപ്പോൾ ഗസയിലെ കുട്ടികളുടെ പ്രതീക്ഷയും കരുണയുടെ മുഖവുമായി മാറിയിരിക്കുകയാണ്. ഗ്രറ്റ എന്നുള്ളത് ഒരു പേര് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തിന്റെ പൊതുകഥകൾ രചിക്കാൻ പോയിട്ടുള്ള ഒരു മാനുഷിക യുവതയാണ്. ആ യുവതയെ തടയുക എന്നത് ഇസ്രായേലിനെന്നല്ല, ആഗോള മനുഷ്യാവകാശത്തെ ലംഘിക്കുന്ന ഒരു ജനതയ്ക്കും സാധ്യമല്ല.